enrichment program. പ്രിയപ്പെട്ടവരെ, നമസ്തേ. പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ നാം കേൾക്കുന്ന ഒരു സുന്ദര പദമുണ്ട്: മാതൃകാ പെരുമാറ്റച്ചട്ടം, ദ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും നിയന്ത്രിക്കാനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഇവ. സ്വതന്ത്രവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക എന്നതാണ് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ചെറുതും വലുതുമായ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഒരുക്കുക, അധികാര ചൂഷണം അവസാനിപ്പിക്കുക, നീതിപൂർവകമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ. ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത് 1960 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു. ശ്രീ KVK സുന്ദരമായിരുന്നു അന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. തെരഞ്ഞെടുപ്പിൽ അനുവദനീയമല്ലാത്ത പ്രവൃത്തികൾ അതിൽ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ 79 ആയപ്പോഴേക്കും ML ശക്തർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി. അദ്ദേഹം എല്ലാ പാർട്ടികളുമായി ചർച്ച ചെയ്ത് ഈ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് കുറച്ചുകൂടി ശക്തി നൽകി. അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് ചില വിലക്കുകളും ഏർപ്പെടുത്തി. എന്നാൽ 1991 ആയപ്പോഴേക്കും സംഗതി കുറെ കൂടി മാറി. കാരണം അന്ന് TN ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി. അപ്പോഴാണ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് പല്ലും നഖവും ഉണ്ടായത്. എന്തൊക്കെയാണ് ഈ മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ സവിശേഷതകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. 1. ജനറൽ കണ്ടക്ട്, പൊതുവായ പെരുമാറ്റം. പാർട്ടികളും സ്ഥാനാർത്ഥികളും പൊതുവായി സ്വീകരിക്കേണ്ട പെരുമാറ്റ രീതികൾ, അക്രമം, കൈക്കൂലി കൊടുക്കുന്നത്, ഭീഷണിപ്പെടുത്തൽ, ഇതൊന്നും പാടില്ല. 2. പൊളിറ്റിക്കൽ മീറ്റിംഗ്സ്, രാഷ്ട്രീയ സമ്മേളനങ്ങൾ, മീറ്റിങ്ങുകൾ, റാലികൾ, റോഡ് ഷോകൾ ഇവയൊക്കെ നടത്തുമ്പോൾ സാധാരണ ജനജീവിതം താറുമാറാകാൻ പാടില്ല. 3. മീഡിയ, സർക്കാർ മീഡിയ, ഉദാഹരണത്തിന് ഓൾ ഇന്ത്യ റേഡിയോ, ആകാശവാണി, ദൂരദർശൻ തുടങ്ങിയ സർക്കാർ മീഡിയ തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കാൻ പാടില്ല. 4. മാനിഫെസ്റ്റോസ്, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ. ഇവ ഉത്തരവാദിത്വമുള്ളവയാകണം. അതിൽ പ്രലോഭനങ്ങൾക്ക് സ്ഥാനം ഉണ്ടാകരുത്. 5. പോളിംഗ് ദിനം. അന്ന് പോളിംഗ് സ്റ്റേഷന് മുൻപിൽ അനുവദനീയമല്ലാത്ത പരസ്യങ്ങളും പരസ്യ പ്രചാരണങ്ങളും ഒന്നും പാടില്ല. ഈ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികളും മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ കർശന നടപടികൾ എന്നറിയണ്ടേ? 1. സെൻഷറാണ്, ശാസനയാണ്. പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും ശാസിക്കുക. 2. അംഗീകാരം പിൻവലിക്കുക. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് പല പ്രാവശ്യം ലംഘിക്കുന്നതായി കണ്ടാൽ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗീകാരം വരെ പിൻവലിക്കാം. 3. FIRs ആൻഡ് ലീഗൽ ആക്ഷൻ. അക്രമം നടത്തുക, പണം നൽകി പ്രലോഭിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കെതിരെ FIR ഫയൽ ചെയ്യാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കാം. 4. സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും അവരെ വിലക്കാം. ഗുരുതരമായ ലംഘനം കണ്ടുപിടിച്ചാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചിത സമയത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും വിലക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ കുറേ അധികാരങ്ങൾ അവർക്കുണ്ട്. ഇതൊക്കെ വല്ലതും നടന്നിട്ടുണ്ടോ, അതങ്ങനെ വല്ല ചരിത്രമുണ്ടോ എന്നാവാം നിങ്ങളുടെ ചോദ്യം. ഉണ്ട്. ഉദാഹരണത്തിന് കോൺഗ്രസ് നേതാവായ നവജോത് സിംഗ് സിദ്ധു, പഴയ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരൻ, ഇന്ത്യൻ ഓപ്പണർ, അദ്ദേഹം 2019 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അന്ന്
അദ്ദേഹം നടത്തിയ ചില ഇൻഫ്ലമേറ്ററി റിമാർക്സ്, തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ നടത്തി കുറേ ഇൻഫ്ലമേറ്ററി റിമാർക്സ് നടത്തിയതിൻ്റെ പേരിൽ സിദ്ധുവിനെ 72 മണിക്കൂർ നേരത്തേക്ക് തെരഞ്ഞെടുപ്പിൽ നിന്നും പ്രചാരണത്തിൽ നിന്നും വിലക്കി. 2, യോഗി ആദിത്യനാഥ്, നമ്മുടെ UP മുഖ്യമന്ത്രിയായിരുന്ന ആദിത്യനാഥിനെ 72 മണിക്കൂർ നേരത്തേക്ക് വിലക്കി. ഭിന്ന ഗ്രൂപ്പുകളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ. 3, ആസാം ഖാൻ, സമാജ്വാദി പാർട്ടിക്കാരനായ ഇദ്ദേഹം എതിരാളികളെ മോശമായ ഭാഷയിൽ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെയും വിലക്കി. പിന്നെ 4, മനേക ഗാന്ധി 2019 സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്ന പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അവരെ 48 മണിക്കൂർ വിലക്കി. 5, പാർത്ഥ ചാറ്റർജി 2016 തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഇദ്ദേഹത്തെ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിയതിൻ്റെ പേരിൽ ശാസിച്ചു. ഇപ്പോൾ ഇത് എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ എന്നാവാം അടുത്ത ചോദ്യം. 2024 തെരഞ്ഞെടുപ്പിൽ ECIയുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിജിൽ എന്നൊരു ആപ്പ് ഉണ്ട്. അതിലൂടെ 79,000 പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയം വരെയുള്ള കഥയാണ്. പ്രധാനമന്ത്രി സ്റ്റേറ്റ് ഗവൺമെൻറ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും ഉൾപ്പെടെ ഒരുപാട് പരാതികൾ, ഇല്ലീഗൽ ഹോർഡിങ്സ്, ബാനേഴ്സ്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മണി, ലിക്കർ ടു ഇൻഫ്ലുവൻസ് വോട്ടേഴ്സ്, ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് പരാതികൾ അവർക്ക് ലഭിച്ചു. ഇതൊക്കെ 100 മിനിറ്റിനുള്ളിൽ നടപടികൾ എടുത്തതായി പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെ നടപടികളാണ് എടുത്തതെന്ന് നമുക്ക് വ്യക്തമല്ല. അപ്പോൾ ഇത്രയൊക്കെ വിപുലമായ അധികാരങ്ങൾ ഇലക്ഷൻ കമ്മീഷനുണ്ട്. എന്നാൽ 91 TN ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ എടുത്ത നടപടികളുടെ അടുത്തൊന്നും ഇവയൊന്നും എത്തില്ല. അദ്ദേഹം CEC ആയിരിക്കുമ്പോൾ അന്ന് അദ്ദേഹം എടുത്ത കർശന നടപടികൾ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും ഉൾക്കിടലമുണ്ടാക്കി. അദ്ദേഹം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത ആളായിരുന്നു, കണിശക്കാരനായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥാപനമുണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് തന്നെ ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയതിനു ശേഷമാണ്. തെരഞ്ഞെടുപ്പ് സസ്പെൻഡ് ചെയ്യാൻ പോലും അദ്ദേഹം മടിച്ചില്ല. സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കാനും അദ്ദേഹം സന്നദ്ധനായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഓട്ടോണമി ഉണ്ടാക്കി കൊടുത്തതിൻ്റെ ക്രെഡിറ്റും അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹം ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം ഒരു പേടി സ്വപ്നമായിരുന്നു. അന്ന് അവിടെ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞ് കേട്ട ഒരു കഥയുണ്ട്, ഒരു കാര്യമുണ്ട്. ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്ത സമയത്ത് ഞാൻ കേട്ട കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തെ കാണാനായിട്ട് നല്ല നെഞ്ചും വിരിച്ചു പോകുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ തലയും കുമ്പിട്ടായിരിക്കും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും മടങ്ങുന്നത്. 6 അടി ഉയരമുള്ളവർ തിരിച്ചു വരുമ്പോൾ 5.5 അടിയേ കാണുകയുള്ളൂ. എൻ്റെ ഒരു സ്വന്തം അനുഭവം ഞാനൊന്ന് വിശദീകരിക്കട്ടെ. 1995 ഞാൻ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയായിരുന്ന മാർഗരറ്റ് ആൽവയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി നോക്കുകയായിരുന്നു. അതേസമയം മാധവറാവ് സിന്ധ്യ സിവിൽ ഏവിയേഷൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എൻ്റെ സുഹൃത്ത് ബിമൽ ജുൽക്കയും ജോലി നോക്കി. 1 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും ഫൈനാൻസ് മിനിസ്റ്ററുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് DEA എന്ന വകുപ്പിലേക്ക് ഡയറക്ടർമാരായിട്ട് നിയമിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർമാരായിട്ട് നിയമിക്കുമ്പോൾ ആ ഉത്തരവ് ഒപ്പിടുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി, പേഴ്സണൽ മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ, പിന്നെ പ്രൈം മിനിസ്റ്റർ, ഇവർ 3 പേരും ഒപ്പിടുന്ന ഉത്തരവാണത്. അപ്പോൾ ഈ ഉത്തരവ് പ്രകാരം ഞങ്ങൾ 2 പേരെയും അവിടെ പോസ്റ്റ് ചെയ്തു. ഞങ്ങളവിടെ ചെന്ന് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുറിയിൽ ചെന്നപ്പോൾ കാണാം മുറി 2 വലിയ താഴിട്ട് പൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ജോയിൻറ്റ് സെക്രട്ടറിയെ കണ്ടിട്ട് ചോദിച്ചു, ഇതെന്താണ് ഞങ്ങളുടെ മുറി തുറക്കാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾ സെക്രട്ടറിയോട് ചോദിക്കണം. മൊണ്ടേക് സിംഗ് അലുവാലി ആയിരുന്നു സെക്രട്ടറി. ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടു. ഞങ്ങളുടെ മുറി പൂട്ടിയിട്ടിരിക്കുന്നു. ചോദിച്ചപ്പോൾ പറയുന്നു, അത് മുകളിൽ നിന്ന് ഉത്തരവുണ്ട്, സാർ എന്തെങ്കിലും ഉത്തരവ് കൊടുത്തോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും കൊടുത്തില്ല, പക്ഷേ മന്ത്രി ഉത്തരവ് കൊടുത്തു. ആരായിരുന്നു മന്ത്രി? സാക്ഷാൽ P. ചിദംബരം. അദ്ദേഹം ഉത്തരവ് കൊടുത്തു, ഞങ്ങൾ 2 പേരെയും ഓഫീസിൽ കയറ്റാൻ പാടില്ല. എന്താ കാരണം?
അത് മാധവറാവ് സിന്ധ്യയുടെയും മാർഗരറ്റ് ആൽവയുടെയും പ്രൈവറ്റ് സെക്രട്ടറിമാരായി ജോലി ചെയ്തവർ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യേണ്ട. അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷെ ആ സമയത്ത് അദ്ദേഹം തമിഴ് മാനില കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞുപോയി. അപ്പോൾ അതിന് കാരണം അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹവും മാർഗരറ്റ് ആൽവിയും തമ്മിൽ, അദ്ദേഹവും മാധവറാവ് സിന്ധ്യയും തമ്മിലും വലിയ വഴക്കുണ്ടായിരുന്നു. അതിൻ്റെ വാശി തീർത്തത് ഞങ്ങളുടെ മേലായിരുന്നു. അത് ശരിയല്ലല്ലോ. കാരണം ഫൈനാൻസ് മിനിസ്റ്ററായ പി ചിദംബരം റെക്കമെൻഡ് ചെയ്യുന്ന പേരുകളാണ് ACCയിലേക്ക് പോകുന്നത്. അവിടെ പേഴ്സണൽ മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പിന്നെ പ്രധാനമന്ത്രി വരെയും കണ്ട് ഫയൽ ഒപ്പിട്ട് വന്നതിന് ശേഷമാണ് അപ്പോയിൻമെൻ്റ് ഓർഡർ തരുന്നത്. അങ്ങനെ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ അനുവദിക്കുകയല്ലേ വേണ്ടത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു സാധ്യമല്ല. ഞങ്ങൾ പല തവണ അദ്ദേഹത്തെ കാണാൻ സമ്മതിച്ചില്ല. പലരെയും കണ്ട് പരാതി പറഞ്ഞു, ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് രണ്ടുപേരും അനാഥപ്രേതങ്ങളെ പോലെ ഫൈനാൻസ് മിനിസ്ട്രിയിൽ കറങ്ങി നടക്കുകയായിരുന്നു. എന്തു ചെയ്യും? ഒരു മാർഗവുമില്ല. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് കാശ്മീരിൽ ഇലക്ഷൻ നടക്കുന്നതായി കേട്ടത്. കാശ്മീരിലെ ഇലക്ഷൻ ഒബ്സർവർമാരായി, തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി പോകാൻ IAS ഉദ്യോഗസ്ഥരെ വേണമെന്ന് അന്നത്തെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന TN ശേഷൻ ആവശ്യപ്പെട്ടിരുന്നു. ആരും പോകാൻ തയ്യാറായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു നല്ല തക്കമാണ്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, നമുക്ക് വോളണ്ടിയർ ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും കാശ്മീരിൽ ഇലക്ഷൻ ഒബ്സർവർമാരായിട്ട് പോകാം. അവിടെ ആവശ്യത്തിനുള്ള പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടാവും. ഇനി അഥവാ വല്ല തീവ്രവാദിയുടെയും വെടിയേറ്റ് മരിച്ചാലും പേടിക്കണ്ട, വീരമൃത്യു പ്രാപിക്കാമല്ലോ. സർക്കാർ ചെലവിൽ പിന്നെ കബറടക്കമൊക്കെ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും സർക്കാർ തെരഞ്ഞെടുപ്പ് ഒബ്സർവർമാരായിട്ട് ഞങ്ങൾ പേര് കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ പേര്, അഡ്രസ്സൊക്കെ എഴുതണം, ഞങ്ങളുടെ പോസ്റ്റിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ എഴുതി പേര്, ഡയറക്ടർ, പിന്നെ ഓഫീസ് അഡ്രസ്സ്. ഞങ്ങൾക്ക് ഓഫീസില്ല, അതുകൊണ്ട് കെയർ ഓഫ് മൊണ്ടേക് സിംഗ് അലുവാലിയ, ഫൈനാൻസ് സെക്രട്ടറി എന്ന് എഴുതി. ടെലിഫോൺ, ഞങ്ങൾക്ക് ടെലിഫോണില്ല, ഞങ്ങൾ മൊണ്ടേക് സിംഗിൻ്റെ ടെലിഫോൺ നമ്പർ എഴുതി കൊടുത്തു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എത്തിച്ചു കൊടുത്തു. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും അടിയന്തരമായിട്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹം ഞങ്ങൾ വന്നതും സിംഹം കൂട്ടിൽ നിന്നും ചാടി ഇറങ്ങുന്ന മാതിരി ഞങ്ങളുടെ മേൽ ചാടി വീണു. വാട്ട് നോൺസെൻസ്, ഹൗ ഡെയർ യു റൈറ്റ് ലൈക്ക് ദിസ്, ഡോണ്ട് യു ഹാവ് എൻ ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചു. അപ്പോൾ ഞങ്ങൾ വളരെ കൂളായിട്ട് നിന്നു. ഞങ്ങൾ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ഓഫീസില്ല. നിങ്ങൾ ആരെയാണ് വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്, എന്നോടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ചൂടായി. ഞങ്ങൾ പറഞ്ഞു, സാർ ഞങ്ങൾ സത്യമാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഓഫീസില്ല, ഞങ്ങൾക്ക് ഫോണില്ല, ഇരിക്കാൻ കസേരയില്ല. അദ്ദേഹം കഥയെല്ലാം കേട്ടപ്പോൾ കുപിതനായി. ഉടൻ മൊണ്ടേക് സിംഗ് അലുവാലിയെ ഫോണിൽ വിളിച്ചു, അദ്ദേഹത്തോടും തട്ടിക്കയറി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനാവില്ല, ഈ മന്ത്രി ഇങ്ങനെയാണ് പറയുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ മന്ത്രിക്ക് ഗവൺമെൻറ്റിൽ വലിയ സ്വാധീനമായിരുന്നു. പിന്നെ TN ശേഷൻ ഞങ്ങളുടെ ക്യാബിനറ്റ് സെക്രട്ടറി TSR സുബ്രഹ്മണ്യത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഉടൻ ഇതിന് പരിഹാരമുണ്ടാക്കണമെന്ന് പറഞ്ഞു. ക്യാബിനറ്റ് സെക്രട്ടറിയെ കണ്ടപ്പോൾ അദ്ദേഹം ക്ഷമാപണപൂർവ്വം പറഞ്ഞു, ഞാൻ വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മന്ത്രി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോസ്റ്റ് തിരഞ്ഞെടുക്കാം. ഇതാ നോക്കൂ, ഇത്രയും പോസ്റ്റുകൾ വേക്കൻ്റ് ആയിട്ടുണ്ട്, ഇതിൽ ഏത് വേണമെങ്കിലും എടുത്തോളൂ, ഞാൻ ഓർഡർ ഇഷ്യൂ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പവർ മിനിസ്ട്രിയിലെ ഡയറക്ടറായി, എൻ്റെ സുഹൃത്ത് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയിലും ഡയറക്ടറായി. ഞാൻ ഈ അനുഭവം നിങ്ങളോട് വിവരിച്ചതിന് ഒരു കാരണമുണ്ട്. എൻ്റെ 36 വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, ആർജവമുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ, മുഖം നോക്കാതെ നടപടിയെടുക്കാൻ ധൈര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ, നിലവിലുള്ള നിയമങ്ങൾ വെച്ച് തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ ഭംഗിയായി നടപ്പിലാക്കാം. ഇത് തെളിയിച്ച ആളാണ് TN ശേഷൻ, അതിലൊരു സംശയവുമില്ല. ഇന്ന് ഇലക്ഷൻ കമ്മീഷനിൽ ഒരാളല്ല ഉള്ളത്, ഇന്ന് 3 പേരുണ്ട്. ഒരാൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, മറ്റ് 2 പേർ ഇലക്ഷൻ കമ്മീഷണേഴ്സ്. അവരൊക്കെ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരാണ്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന കാലത്തുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഇന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു സത്യം മാത്രമല്ലേ? അപ്പോൾ ഇത് നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ? 2004 തിരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടോ? അന്ന്
ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 545 സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്താൻ വെറും 20 ദിവസങ്ങൾ മതിയായിരുന്നു. 24 വർഷം കഴിഞ്ഞു. ടെക്നോളജിയിൽ എന്തെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടായി അല്ലേ, എന്തെല്ലാം കുതിച്ചു ചാട്ടങ്ങളുണ്ടായി. എന്നിട്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്താൻ 3 മാസം വേണോ? ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. ഈ 3 മാസങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കേന്ദ്ര സെക്രട്ടേറിയറ്റ് നിശ്ചലമായിരിക്കും. ആരും ഒരു ജോലിയും ചെയ്യില്ല. എല്ലാവരും അധികാരത്തിൽ വരുന്നു എന്ന് നോക്കിയിട്ടാവും അടുത്ത ബാക്കി കാര്യങ്ങൾ എന്ന മട്ടിലാണ് ഇരിക്കുക. ഏത് ഓഫീസിൽ ചെന്നാലും എല്ലാവരും അവരുടെ സ്വന്തം അനാലിസിസ് അങ്ങോട്ട് വെളിപ്പെടുത്താൻ തുടങ്ങും. ഇങ്ങനെ 3 മാസം നമ്മുടെ സെക്രട്ടേറിയറ്റ് നിശ്ചലമായാൽ എന്താണ് സംഭവിക്കുക അല്ലേ? ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കാവുന്ന 2 രാജ്യങ്ങളാണ് ബ്രിട്ടനും അമേരിക്കയും. ബ്രിട്ടനിൽ ഒരു മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഇല്ല. പക്ഷേ തിരഞ്ഞെടുപ്പിൽ പാർട്ടികളും സ്ഥാനാർത്ഥികളും അവലംബിക്കേണ്ട ചുമതലകൾ വ്യക്തമാക്കുന്ന നിയമങ്ങളുണ്ട്. they have regulations on campaign spending, the use of media and conduct during polling time. ഇതെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് UK ഇലക്ടോറൽ കമ്മീഷൻ ഉറപ്പുവരുത്തുന്നു. ഇനി അമേരിക്കയിലും മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇലക്ഷൻ നിയമങ്ങളുണ്ട്. ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമാണെന്ന് മാത്രം. എന്നാൽ ഫെഡറൽ ഇലക്ഷൻ വരുമ്പോൾ ഫെഡറൽ നിയമങ്ങൾ അവർക്ക് ബാധകമാണ്. ഈ ഫെഡറൽ നിയമങ്ങൾ, ദീസ് ഫെഡറൽ ലോസ്, they regulate campaign financing, voting procedures and how elections are conducted. ഈ 2 രാജ്യങ്ങളും തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിപൂർവവുമാക്കാൻ അവരുടെ നിലവിലുള്ള നിയമ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമാണ് നമ്മുടേത്. 5 വർഷം കൂടുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് പോലെ ബൃഹത്തായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലോകത്തിലെങ്ങുമില്ല. അധികാരത്തിൻ്റെ ശീതള ഛായയിൽ കഴിയുന്നവർക്ക് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ മേൽക്കോയ്മ ഉണ്ടാകാൻ പാടില്ല. പണവും മദ്യവും യഥേഷ്ടമൊഴുക്കി പാവപ്പെട്ടവരെ പ്രലോഭിപ്പിച്ച് അധികാരത്തിലെത്തുന്ന പ്രവണതകൾക്കും അക്രമ പ്രവർത്തനങ്ങൾക്കും അട്ടിമറികൾക്കും അറുതി വരുത്തണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് പല്ലും നഖവും നൽകണം. അവർ നല്ല ആർജവമുള്ളവരാവണം. അവർ പ്ലാസ്റ്റിക് പാവകളാകരുത്. ഇനി ഇലക്ഷൻ കമ്മീഷണർ ആകുന്നവർക്ക് അവരുടെ കാലാവധി കഴിഞ്ഞാൽ മറ്റൊരു ജോലിയും നൽകാൻ പാടില്ല. ആജീവനാന്ത വിലക്ക് തന്നെ ഏർപ്പെടുത്തിയാലും തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ജനാധിപത്യം ഒരിക്കലും പണാധിപത്യമാകരുത്. ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഭദ്രമാകണമെങ്കിൽ തിരഞ്ഞെടുപ്പ് സുതാര്യമാകണം, സ്വതന്ത്രവും നീതിപൂർവവുമാകണം എല്ലാ അർത്ഥത്തിലും. ഇത് ഉറപ്പുവരുത്താനുള്ള ചുമതലയാണ് ഇലക്ഷൻ കമ്മീഷനുള്ളതെന്ന് ഇലക്ഷൻ കമ്മീഷനിൽ ഇരിക്കുന്നവർക്ക് ബോധ്യമാവണം. ആദ്യം അവർ അത് ചെയ്യുന്നുവെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്കും ബോധ്യമാകണം. അപ്പോഴാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം അർത്ഥസമ്പൂർണമാകുന്നത്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Bhavika, a student enrichment program.